ഹരി ഓം ശ്രീമന്നാരായണീയം. ദശകം 70. സുദർശന ശാപമോക്ഷവും ശംഖചൂഡ വധവും അരിഷ്ടവധവും. ഇങ്ങനെ 3 പ്രകരണങ്ങളാണ് ഈ ഒരു ദശകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വൃത്തം പൃഥ്വിയാണ്. വേറെ വൃത്തങ്ങൾ ഇടയ്ക്ക് വരുന്നുണ്ടോ എന്നറിഞ്ഞുകൂടെ. ചിലതിനകത്ത് ഇതിനകത്ത് സ്വാഗത എന്ന് പറഞ്ഞ വൃത്തവും വരുന്നുണ്ട് ഇടയ്ക്ക്. അങ്ങനെ ഒന്ന് ഇടയ്ക്ക് അങ്ങനെ വൃത്തം മാറി വരാറുണ്ട്. അപ്പോൾ നിങ്ങളത് വായിക്കുമ്പോൾ അത് ശ്രദ്ധിക്കുക. അവിടെ അത് വൃത്തം മാറ്റം ഉണ്ടെന്ന് എഴുതി എന്തെങ്കിലും നല്ല പുസ്തകങ്ങളിൽ വനമാല വ്യാഖ്യാനമായിരിക്കും ഏറ്റവും നല്ല പുസ്തകം ഫോളോ ചെയ്യാൻ. അതിനകത്ത് വൃത്തം എഴുതിയിട്ടുണ്ട്. ഇതി ത്വയി രസാകുലം രമിതവല്ലഭേ വല്ലവാ കദാപി പുരമംബികാ കമിതുരംബികാ കാനനെ അംബികാ കാനനെ അംബികാ കമിതു അംബികാ കദാപി പുരമംബികാ കമിതുരംബികാ കാനനെ സമേത്യ ഭവതാ സമം നിഷേവ്യ ദിവ്യോത്സവം സുഖം സുഷുപുരഗ്രസീത് വ്രജപമുഗ്രനാഗസ്തദാ സമുന്മുഖമധോന്മുഖൈർ അഭിഹതേപി തസ്മിൻ ബലാത് അമുഞ്ചതി ഭവത്പദേ ന്യപതി പാഹി പാഹീതി തൈഹി തദാ ഖലു പദാ ഭവാൻ സമുപഗമ്യ പസ്പർശതം ബഭൗ സച നിജാം തനും സമുപസാദ്യ വൈദ്യാധരീം. വാക്കുകൾ പിരിച്ചത് കിട്ടിയല്ലോ അല്ലേ? ആദ്യത്തെ ലൈനിൽ സമുന്മുഖമധോന്മുഖൈർ അഭിഹതേപി തസ്മിൻ ബലാത് ഇവിടെ അങ്ങ് നിർത്തുക. പിന്നെ ദാ വിട്ടിട്ട് അമുഞ്ചതി ഭവത്പദേ ന്യപതി പാഹി പാഹീതി തൈ അതേ ഉള്ളൂ. 3 സുദർശനധര പ്രഭോ നനു സുദർശനാഖ്യോസ്മ്യഹം മുനീൻ ക്വചിദുപാഹസം തൈഹമാം വ്യധുർവാഹസം ഭവത്പദസമർപ്പണാത് അമലതാം ഗതോസ്മീതി അസൗ സ്തുവൻ നിജപദം യയൗ വ്രജപദം ച ഗോപാമുദാം കദാപി ഖലു സീരിണ വിഹരതി ത്വയി സ്ത്രീജനൈർ ജഹാരധനദാനുഗ സകില ശംഖചൂഡോ ബല അതിദ്രുതമനുദ്രുത തമധ മുക്തനാരീജനം അതിദ്രുതമനുദ്രുത എന്നിട്ട് വിട്ടിട്ട് തമധ എന്നാക്കിയാൽ മതി. സ്തമധ എന്ന് പറയണ്ട. അതിദ്രുതമനുദ്രുത തമധ മുക്തനാരീജനം രുരോജിത ശിരോമണിം ഹലഭൃതേ ച തസ്യാദദാ ദിനേഷു ച സുഹൃജ്ജനൈ അവിടെ നിർത്തുക. സഹവനേഷു ലീലാപരം മനോഭവ മനോഹരം രസിതവേണുനാദാമൃതം ഭവന്തം അമരീദൃശാം അമൃതപാരണാദായിനം ഭവന്തം അമരീദൃശാം അമൃതപാരണാദായിനം എന്ന വാക്കാക്കണം കേട്ടോ. വിചിന്യ കിമുനാലപൻ വിരഹതാപിതാ ഗോപികാം. ഇനി അടുത്തത് സ്വാഗത എന്ന് പറഞ്ഞ വൃത്തം. അത് ഇത്തിരി വ്യത്യാസപ്പെടുത്തിയാണ് നമ്മൾ ചൊല്ലുന്നത്. ഭോജരാജകൃത കസ്ത്വഥ കശ്ചിത് കഷ്ടദുഷ്ടപഥദൃഷ്ടിരരിഷ്ട നിഷ്ഠുരാകൃതിരപഷ്ടുനിനാദഃ തിഷ്ഠതേ സ്മ ഭവതേ വൃഷരൂപി. അതങ്ങനെ തന്നെ വായിക്കണം. ഭോജരാജഭൃത കസ്ത്വഥ കശ്ചിത് കഷ്ടദുഷ്ടപഥദൃഷ്ടിരരിഷ്ട നിഷ്ഠുരാകൃതിരപഷ്ടുനിനാദഃ തിഷ്ഠതേ സ്മ ഭവതേ വൃഷരൂപി. വായിക്കുന്നത് കേട്ടിട്ട് അതുപോലെ തന്നെ വായിക്കാൻ ശ്രമിക്കുക. കോമായിട്ടിടത്ത് നിർത്തുന്നിടത്ത് ഞാൻ പറഞ്ഞതുപോലെ നിർത്തിയാൽ മതി. ശാക്വരോധ
ജഗതി ധൃതിഹാരി മൂർത്തിമേഷ ബൃഹതീം പ്രദധാനഃ പങ്ക്തിമാശു പരിഘൂർണ്യ പശൂനാം ഛന്ദസാം നിധിമവാപ ഭവന്തം തുംഗശൃംഗമുഖമാശു അഭിയന്തം തുംഗശൃംഗമുഖമാശു അഭിയന്തം സംഗൃഹയ്യ രഭസാദഭിയം തം ഭദ്രരൂപമപി ദൈത്യമഭദ്രം മർദയന്നമദയസുരലോകം ചിത്രമദ്യ ഭഗവൻ വൃഷഘാതാത് സുസ്ഥിരാജനി വൃഷസ്ഥിതിരുർവ്യാം വർദ്ധത്തെ ച വൃഷചേതസി ഭൂയാൻ മോദയേത്യഭിനുതോസി സുരൈസ്ത്വം ഔക്ഷകാണി പരിധാവത ദൂരം വീക്ഷ്യതാമയമിഹോക്ഷ വിഭേദി എന്നിട്ടുണ്ട് വീക്ഷ്യതാം അയം ഇഹോക്ഷ വിഭേദി ഉക്ഷ വിഭേദി എന്നാണ് വാക്ക്. വീക്ഷ്യതാമയമിഹ ഉക്ഷ വിഭേദി ഉക്ഷ വിഭേദി വീക്ഷ്യത എന്നാണ് പറഞ്ഞു വരുമ്പോൾ അന്വയിക്കുമ്പം. ഇത്തം ആത്തഹസിതൈ സഹ ഗോപൈർ ഗേഹഗസ്ത്വമവ വാതപുരേശാം ഉക്ഷ്ണാം സമൂഹ എന്ന് വെച്ചാൽ ഔക്ഷകം. ദേവന്മാരെല്ലാം സ്തുതിച്ച് വന്ദിക്കുമ്പോഴും സമനിലയിൽ നിന്ന് കളിയാക്കുന്ന ആ ഇടയക്കുട്ടികളോടൊത്ത് ഗോപാലന്മാരോടൊത്ത് ഗോക്കളെ മേയ്ക്കുന്നവരോടൊത്ത് ഭഗവാൻ പോയത് അമ്പാടിയിലേക്ക്. ആ കുട്ടികളുടെ ചിത്തശുദ്ധിയാണ് ഭഗവാനെ വശീകരിച്ചത് എന്ന് പറയുന്നു. അത് ആ അർത്ഥത്തിനകത്ത് മനമാല വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഔക്ഷകാണി പരിധാവത ദൂരം. ഔക്ഷകാണി എന്ന് പറഞ്ഞാൽ എല്ലാ കൂട്ടമായിട്ട് വരുന്ന ആ കാളക്കൂട്ടങ്ങൾ അവിടെ പറയുകയാണ്. കാളകളെ നിങ്ങൾ ദൂരെ പോയി ഓടിക്കൊള്ളുവിൻ, അയാളെ കാളയെ കൊല്ലുന്നവനാണ് എന്ന് പറഞ്ഞ് ചിരിക്കുന്ന ഇടയക്കുട്ടിമാരോടുകൂടി ഭവനത്തിലേക്ക് മടങ്ങിപ്പോയ ഭഗവാനെ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. ഹരി ഓം.